മഴക്കാലം എത്തുന്നതോടെ അന്തരീക്ഷത്തിൽ ഉണ്ടാകുന്ന കടുത്ത ചൂടിന് വലിയൊരു ആശ്വാസം ലഭിക്കുമെങ്കിലും നമ്മുടെ ശരീരത്തെയും പ്രത്യേകിച്ച് കണ്ണുകളെയും കാത്തിരിക്കുന്നത് വലിയൊരു ആരോഗ്യ ഭീഷണിയാണ്. ഈ സമയത്താണ് പലരിലും വളരെ പെട്ടെന്ന് പടർന്നു പിടിക്കുന്ന ചെങ്കണ്ണ് പോലുള്ള കണ്ണിനെ ബാധിക്കുന്ന ഗുരുതരമായ അണുബാധകൾ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിൽ വ്യാപിക്കുന്നത്. കണ്ണിന് ചുവപ്പ് നിറം വരിക, കഠിനമായ ചൊറിച്ചിൽ അനുഭവപ്പെടുക, കണ്ണിൽ നിന്ന് തുടർച്ചയായി വെള്ളം വരിക, കൺപോളകളിൽ ഉണ്ടാകുന്ന കടുത്ത അസ്വസ്ഥത എന്നിവയെല്ലാം മഴക്കാലത്ത് കണ്ടുവരുന്ന ഇത്തരം നേത്ര രോഗങ്ങളുടെ പ്രധാന ലക്ഷണങ്ങളാണ്. നമ്മൾ നിസ്സാരമെന്ന് കരുതുന്ന പല ചെറിയ അശ്രദ്ധകളാണ് ഈ രോഗാണുക്കൾ നമ്മുടെ ശരീരത്തിലേക്ക് എളുപ്പത്തിൽ കടന്നുകൂടാൻ കാരണമാകുന്നത്. അന്തരീക്ഷത്തിൽ ഉണ്ടാകുന്ന അമിതമായ ഈർപ്പവും പലയിടങ്ങളിലായി കെട്ടിക്കിടക്കുന്ന മലിനജലവുമാണ് മഴക്കാലത്ത് ബാക്ടീരിയകളുടെയും വിവിധ തരം വൈറസുകളുടെയും വംശവർദ്ധനവിന് ഏറ്റവും അനുകൂലമായ സാഹചര്യം ഉണ്ടാക്കുന്നത്. നമ്മൾ പുറത്തു പോകുമ്പോഴോ വീട്ടിലിരിക്കുമ്പോഴോ അറിയാതെ തന്നെ കൈകൾ കൊണ്ട് മുഖത്തോ കണ്ണുകളിലോ തൊടുകയോ തിരുമുകയോ ചെയ്യുമ്പോൾ ഈ രോഗാണുക്കൾ നേരിട്ട് കണ്ണിനുള്ളിലേക്ക് എത്തുന്നു. കൂടാതെ കെട്ടിക്കിടക്കുന്ന മലിനജലത്തിൽ ഇറങ്ങുന്നതോ നീന്തുന്നതോ വഴി ഇത്തരം ഗുരുതരമായ നേത്ര അണുബാധകൾ വളരെ വേഗത്തിൽ മനുഷ്യരിലേക്ക് പകരാൻ ഇടയാകുന്നുണ്ട്. നനഞ്ഞ അന്തരീക്ഷം വീടിനുള്ളിലും ജോലി സ്ഥലത്തും രോഗാണുക്കളും ഫംഗസും വളരാൻ കാരണമാകുന്നതിനാൽ ഇത് കണ്ണിന്റെ ആരോഗ്യത്തെ നേരിട്ട് ബാധിക്കുന്നു. ഈ അണുബാധകൾ നമ്മുടെ ദൈനംദിന ജീവിതത്തെയും ശരീരത്തിന്റെ പൊതുവായ ഊർജ്ജ നിലയെയും ദീർഘകാലത്തേക്ക് ദോഷകരമായി ബാധിച്ചേക്കാം. കണ്ണിനുണ്ടാകുന്ന കടുത്ത വേദനയും കാഴ്ച മങ്ങലും കാരണം കൃത്യമായി ജോലി ചെയ്യുവാനോ ദൈനംദിന കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനോ സാധിക്കാതെ വരും. കൃത്യസമയത്ത് ശാസ്ത്രീയമായ പരിശോധനയോ പരിചരണമോ നൽകിയില്ലെങ്കിൽ ഈ അണുബാധകൾ കണ്ണിന്റെ കോർണിയയെ ബാധിക്കുകയും കാഴ്ചശക്തിയെ തന്നെ ദീർഘകാലത്തേക്ക് ദുർബലപ്പെടുത്തുകയും ചെയ്യുന്നു. പ്രത്യേകിച്ച് കോണ്ടാക്ട് ലെൻസ് ഉപയോഗിക്കുന്നവർക്ക് നേരിയ അണുബാധ ഉണ്ടായാൽ പോലും അത് കണ്ണിന് വലിയ ആഘാതവും സങ്കീർണതകളും സൃഷ്ടിക്കാൻ കാരണമാകുന്നുണ്ട്. ഇത്തരം നേത്ര രോഗങ്ങളെ പൂർണ്ണമായും പ്രതിരോധിക്കാൻ യാതൊരു ചെലവുമില്ലാത്ത ചില ലളിതമായ ശീലങ്ങൾ നമ്മൾ അടിയന്തരമായി ജീവിതത്തിൽ പാലിക്കേണ്ടതുണ്ട്. സോപ്പും വെള്ളവും ഉപയോഗിച്ച് കൃത്യമായ ഇടവേളകളിൽ കൈകൾ നന്നായി കഴുകുന്നത് വഴി കണ്ണുകളിലേക്ക് രോഗാണുക്കൾ എത്തുന്നത് ഒരു പരിധിവരെ തടയാൻ സാധിക്കും. കൈകൾ കൊണ്ട് കണ്ണുകൾ തൊടുന്നതും തിരുമുന്നതും പൂർണ്ണമായി ഒഴിവാക്കണം. പുറത്തിറങ്ങുമ്പോൾ പൊടിപടലങ്ങളും മലിനജലത്തിന്റെ തുള്ളികളും ഏൽക്കാതിരിക്കാൻ സൺഗ്ലാസുകളോ മറ്റു സുരക്ഷാ കണ്ണടകളോ ധരിക്കുകയും ചെയ്യുക. വീട്ടിൽ ടവലുകളോ കൈലേസുകളോ മറ്റുള്ളവരുമായി പങ്കുവെക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചാൽ ക്രോസ് ഇൻഫെക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യത വലിയ തോതിൽ കുറയ്ക്കാൻ സാധിക്കും. നമ്മുടെ ഒരു ചെറിയ അശ്രദ്ധ നിങ്ങളുടെയോ നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ കാഴ്ചയെ അപകടത്തിലാക്കാതിരിക്കാൻ ഈ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുക എന്നത് വളരെ പ്രധാനമാണ്. കണ്ണിന് എന്തെങ്കിലും തരത്തിലുള്ള അസ്വസ്ഥതയോ ചുവപ്പോ വീക്കമോ അനുഭവപ്പെട്ടാൽ ഉടൻ തന്നെ ശുദ്ധജലം ഉപയോഗിച്ച് കണ്ണുകൾ വൃത്തിയായി കഴുകാൻ ശ്രദ്ധിക്കണം. എന്നാൽ സ്വയം ചികിത്സയ്ക്ക് മുതിർന്ന മെഡിക്കൽ സ്റ്റോറുകളിൽ നിന്ന് ഐ ഡ്രോപ്പുകൾ വാങ്ങി കണ്ണിൽ ഒഴിക്കുന്നത് തികച്ചും അപകടകരമാണെന്ന് ഓർക്കണം. ലക്ഷണങ്ങൾ കണ്ടാലുടൻ ഒരു നേത്രരോഗ വിദഗ്ധനെ കണ്ട് കൃത്യമായി പരിശോധന ഉറപ്പാക്കണമെന്നും കണ്ണിന്റെ സുരക്ഷയെക്കുറിച്ചുള്ള ഈ സുപ്രധാന വിവരങ്ങൾ നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെയും സുഹൃത്തുക്കളുടെയും സംരക്ഷണത്തിനായി മറക്കാതെ പങ്കുവെക്കണമെന്നും അഭ്യർത്ഥിക്കുന്നു.